എക്കരെ കെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു പാലം നല്ലത് കൊടുത്താൽ അവർ കയറി ഇറങ്ങി നടന്നോളൂ. ഇത്ര ആൾക്കാരിവിടെ കാശ് മുടക്കി വരേണ്ട ആവശ്യമല്ലോ ഉണ്ട്. ഇത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി എല്ലാ കൊല്ലവും ഇങ്ങോട്ട് വരുവാണ് എഴുന്നള്ളി. അതുകൊണ്ട് ജനങ്ങൾക്ക് വല്ല സംരക്ഷണമായോ? ചുമ്മാ മനുഷ്യരെ കളിപ്പിക്കുന്ന പരിപാടി ഇന്നലെയൊന്നും അല്ല. അക്കരെ ആൾക്കാർ താമസിക്കുന്നു, വർഷങ്ങളായിട്ട് താമസിക്കില്ല. അധികം വേണ്ട ഒരു 3 അടി പാലം, വീതിയിലൊരു പാലം കൊടുത്താൽ പോലെ അവർക്ക്. അതുപോലെ അവർക്ക് പറ്റത്തില്ല. എന്നിട്ട് എല്ലാ കൊല്ലവും കുറെ ആൾക്കാരെ കൂട്ടി ഇങ്ങോട്ട് വന്നോളുക. അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു സംരക്ഷണമായില്ല. അന്നാത്തതേ ഉള്ളൂ. പിറ്റേ കൊല്ലം ഇതല്ലേ പിന്നെയും പരിപാടി. ചെറുപുഴ പഞ്ചായത്തിലെ കോഴിച്ചാൽ IHDPയിൽ തുരുത്തിലേക്കുള്ള താൽക്കാലിക പാലം തകർന്നു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ട്രസ്റ്റ് ഓവർസീസ് എഡ്യൂക്കേഷൻ ചെറുപുഴ, ഹെഡ് ഓഫീസ് കൊച്ചി. ചെറുപുഴ പഞ്ചായത്തിലെ കോഴിച്ചാൽ IHDPയിൽ തുരുത്തിലേക്കുള്ള താൽക്കാലിക പാലം തകർന്നു. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പാലം പുനർനിർമ്മിച്ചു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും കോഴിച്ചാൽ IHDPയിൽ കോഴിച്ചാൽ തുരുത്തിലേക്കുള്ള താൽക്കാലിക പാലം ഒടിഞ്ഞത്. ഇതോടെ തുരുത്തിൽ താമസിക്കുന്ന 6 കുടുംബങ്ങൾ ബുദ്ധിമുട്ടിലായി. പെരിങ്ങോത്തു നിന്നും ഫയർഫോഴ്സ് എത്തി കമുകും മുളയും ഉപയോഗിച്ച് തകർന്ന പാലത്തിന് പകരം പാലം നിർമ്മിച്ചു. എല്ലാ വർഷവും ഈ പാലം തകരുന്നതാണെന്നും അധികൃതർ സ്ഥിരം പാലം നിർമ്മിക്കുവാൻ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, പുളിങ്ങോം വില്ലേജ് ഓഫീസർ KS വിനോദ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇവിടെ സ്റ്റീൽ പാലം നിർമ്മിക്കുന്നതിന് 12 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറായിട്ടുണ്ടെന്ന് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ പറഞ്ഞു. പ്രദേശത്തെ പല വീടുകളും അപകട ഭീഷണിയിലാണ്. കിണറുകളിലും കുളങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. കർണാടക വനത്തിൽ ഉരുൾപൊട്ടലുണ്ടായതിനാൽ കാര്യങ്കോട് പുഴയിൽ ജലനിരപ്പ് അപകടകരമാം വിധം ഉയർന്നു. മാസ്റ്റർക്കും അതുപോലെ തന്നെ